പ്രസിദ്ധമായ പാലാ വെള്ളാപ്പാട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ മീനപ്പൂരം ഏപ്രിൽ 6 മുതൽ 10 വരെ നടക്കുമെന്ന് ഷിബു കാരമുള്ളിൽ, അജിത് പാറയ്ക്കൽ, രാജേഷ് കുന്നുംപുറത്ത്, അരവിന്ദാക്ഷൻ നായർ TK, അനീഷ് മധു, വിനോദ് പുന്നമറ്റത്തിൽ എന്നിവർ മീഡിയ അക്കാദമിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പാലാ വെള്ളാപ്പാട് ഭഗവതിയുടെ ഈ വർഷത്തെ തിരുവുത്സവം 2025 ഏപ്രിൽ 6 തീയതി മുതൽ 10 തീയതി വരെ ആഘോഷിക്കുകയാണ്. മാതൃഭാവത്തോടെ കാവൽ ദേവതയായി ഭഗവതി കുടികൊള്ളുന്ന ക്ഷേത്ര സങ്കേതമാണ് വെള്ളാപ്പാട് വനദുർഗ ഭഗവതി ക്ഷേത്രം. ഒപ്പം തന്നെ രൗദ്രഭാവങ്ങളായ ഭദ്രകാളി, ഐലയേക്ഷി എന്നീ ഭാവങ്ങളിലും ഭഗവതി കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ മൺമറഞ്ഞുപോയ തണ്ടളത്ത് ക്ഷേത്രത്തിലെ മഹാദേവ ചൈതന്യവും കുടികൊള്ളുന്നുണ്ട്. ഇത്തവണ ഉത്സവത്തോടനുബന്ധിച്ച് പുതുതായി നിർമ്മിച്ച ചുറ്റമ്പലത്തിന്റെ സമർപ്പണവും നടക്കും. ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തരുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ക്ഷേത്ര ചുറ്റമ്പലത്തിന്റെ സമർപ്പണം ഏപ്രിൽ 6 തീയതി രാവിലെ 9 മണിക്ക് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ ശ്രീ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷ് ഗോപി ഭക്തജനങ്ങൾക്ക് വേണ്ടി ചുറ്റമ്പലം സമർപ്പിക്കുന്നതാണ്. തുടർന്ന് ചുറ്റമ്പല സമർപ്പണ സമ്മേളനം ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 10 മണിക്ക് നടത്തപ്പെടുന്നതാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് A. അജികുമാറാണ്. ശ്രീ ജോസ് കെ മാണി MP, മാണി കാപ്പൻ MLA തുടങ്ങിയവരുടെ മഹനീയ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ്. ക്ഷേത്ര പൂജകളുമായി ബന്ധപ്പെട്ട് രാവിലെ ഏപ്രിൽ 6 തീയതി രാവിലെ 6 മണിക്ക് അഷ്ടദ്രവ്യ സഹിതം ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുന്നത്. തുടർന്ന് രാവിലെ 9:30 ഉമാമഹേശ്വരന്മാർക്ക് കലശാഭിഷേകം, വൈകിട്ട് തിരുവരങ്ങിൽ പല രാഗമാലികയുടെ ശാസ്ത്രീയ നൃത്തസന്ധ്യ എന്നിവ ആദ്യ ദിവസം ഉണ്ടായിരിക്കുന്നതാണ്. 2ാം ദിവസം രാവിലെ 9 മണിക്ക് ദേവി നാരായണീയ പാരായണം, ഭദ്രകാളി ദേവിക്ക് കലശാഭിഷേകം തുടങ്ങിയവയാണ് പ്രധാന ചടങ്ങുകൾ. തുടർന്ന് വൈകിട്ട് 7 മണിക്ക് തിരുവരങ്ങിൽ ബാംഗ്ലൂർ 7 രാഗാസിന്റെ ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 9 വിന്നർ അരവിന്ദ് നായർ നയിക്കുന്ന ഗാനമേളയാണ് നടത്തപ്പെടുന്നത്. 3ാം ദിവസം ഏപ്രിൽ 8 ചൊവ്വാഴ്ച രാവിലെ നാരായണീയ പാരായണം, സർപ്പപൂജ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് തിരുവരങ്ങിൽ വിവിധ കലാപരിപാടികൾ നടത്തപ്പെടുന്നതാണ്. 4ാം ദിവസമായ ഏപ്രിൽ 9 തീയതി രാവിലെ തവണ മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇരട്ട പൊങ്കാല നടത്തപ്പെടുന്നതാണ്. അത് രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്നതും തുടർന്ന് 11 മണിക്ക് മകം തൊഴൽ, തിരുവരങ്ങില് വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ ദുർഗാഭഗവതിക്ക് കലശാഭിഷേകം, ഉപദേവതകൾക്ക് കലശാഭിഷേകം തുടങ്ങിയവയുമായി ആരംഭിച്ച് രാവിലെ 10 മണിക്ക് പൂരം തുഴൽ, 11 മണിക്ക് ശ്രീഭൂതബലി എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. വൈകിട്ട് 4 മണിയോടെ പ്രസിദ്ധമായ ജീവിത എഴുന്നള്ളത്ത് വെള്ളപ്പാട് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ലാലം ക്ഷേത്രത്തിലെത്തി അവിടുന്ന് താലപ്പൊലിയുടെയും ഗരുഡൻ, ചെണ്ടമേളം, കെട്ടുകാഴ്ച, ഫ്ലവർ ഡാൻസ്, പമ്പമേളം, കളരിപ്പയറ്റ് എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ആ എഴുന്നള്ളത്തില് കൂട്ടിയെഴുന്നള്ളത്ത് നടത്തപ്പെടുന്നത് പാലാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് വെച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം പൂരം ഇടിയോടെ ഉത്സവ ചടങ്ങുകൾ സമാപിക്കും. ഈ ക്ഷേത്ര ഉത്സവം നടക്കുന്ന എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രസാദകൂട്ട്, എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദകൂട്ട് ഉണ്ടായിരിക്കുന്നതാണ്. മരുന്നുകളെല്ലാം കൂടെ കൂടിയ മഞ്ഞൾപ്പൊടി തർപ്പണം ചെയ്യുന്നതാണ്. ദേവിയുടെ ഭൂതഗണങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് ഈ പൂരവടി എന്ന് പറയുന്നത്. ഈ ഔഷധക്കൂട്ട്, പാല് കൂട്ടി പഴയ കാലത്ത് ശരിക്കും ഒരു ഉരലിനകത്തിട്ട് ഇടിച്ച് അത് ഭൂതഗണങ്ങൾക്ക് സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ്. അത് കുറിഞ്ഞിക്കാവിലുണ്ട്, പിന്നെ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളൂ. അതോടുകൂടി ഉത്സവ ചടങ്ങുകളെല്ലാം സമാപിക്കുകയും ഭൂതഗണങ്ങളെല്ലാം സന്തോഷമായിട്ട് പിരിയും. സന്തോഷമായെന്നാണ് എന്റെ. പിന്നെ ഭൂതഗണങ്ങൾ എന്ന് പറഞ്ഞാൽ ദേവിയെ സംരക്ഷിക്കുന്ന ഭൂതഗണങ്ങളുടെ ആഘോഷമാണ് വൈകിട്ട്. ഈ ജീവിത എഴുന്നള്ളത്ത് ലാല ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുമ്പോൾ ഏകദേശം 1000-ഓളം സ്ത്രീകൾ താലപ്പൊലിയുണ്ട്. അതുകൂടാതെ മറ്റു വിവിധ പരിപാടികളോട് കൂടി പഴയ ബസ് സ്റ്റാൻഡിന്റെ വാതക്കൽ എത്തിച്ചേരുന്ന സമയം വരെ പഴയ ബസ് സ്റ്റാൻഡിന്റെ വാതക്കൽ ഭക്തി ഗാനമേളയുണ്ട്.
അതേ ഭക്തിഗാനമേള അതുപോലെ തന്നെ പാലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ വാർഡിൽ അതേ സമയത്ത് തന്നെയുണ്ട്. അതുകൂടാതെ ഈ ക്ഷേത്ര കവാടമായ സെന്റ് തോമസ് സ്കൂളിന്റെ അവിടുന്ന് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന്റെ അവിടെയും ഈ ഭക്തിഗാനമേള നടക്കുന്നുണ്ട് അതേ സമയത്ത്. ഈ മൂന്നിടത്തും ഒരേ സമയം ഭക്തിഗാനമേള ഉണ്ട്. അവിടെയൊക്കെ നിൽക്കുന്നവർക്ക് അത് കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ പഴയ ബസ് സ്റ്റാൻഡിന്റെ അവിടെ നിന്നുള്ള ജീവിത എഴുന്നുള്ള തിങ്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ ആന പ്രവേശനമില്ലാത്ത ക്ഷേത്രമാണ്. ദേവി സിംഹാരൂഢയായിട്ടിരിക്കുന്ന ഒരു ബിംബമാണ് അവിടെ. അതുകൊണ്ട് ആനയും വെടിമരുന്നും അവിടെ ഇല്ല, അല്ല വെടിക്കെട്ടും ഇല്ല. അപ്പൊ പകരം ഈ ജീവിതയാണ്. ജീവിത എന്ന് പറഞ്ഞാൽ വ്രതമെടുത്ത തിരുമേനിമാര് അത് ഈ ഇവിടെയൊക്കെയാണ് മാവേലിക്കര ഭാഗത്തൊക്കെയാണ് ഈ ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന തോള അവരവിടുന്ന് സ്ഥിരം വ്രതമെടുത്ത് അതിനുവേണ്ടിയുള്ള ആൾക്കാരാണ്. അവര് വന്ന് ഈ ജീവിതയാണ് ഇവിടെ വർഷങ്ങളായിട്ട് ആചരിക്കുന്നത്. ആനയ്ക്ക് പകരം ജീവിതയിൽ ആണ് ദേവിയെ എഴുന്നള്ളിക്കുന്നു. അതിന്റെ ഏറ്റവും കൂടിയ മൂന്നിടത്തുനിന്ന് വന്നൊരു കൂടിച്ചേരലുണ്ട്. അത് പഴയ ബസ് സ്റ്റാൻഡിന്റെ വാർക്കൽ മെയിൻ റോഡിലാണ് നടക്കുന്നത്. അതാ വിളക്കിൻ പുലി. ഇതൊരു സവിശേഷമായ ഭയങ്കരമായ ഒരു കാണുന്നത്. ഏകദേശം ഇപ്പൊ പാലായിൽ നടക്കുന്ന ഏറ്റവും വലിയ ഉത്സവം, ഏറ്റവും കൂടുതൽ ആള് വരുന്ന ഉത്സവം ഇപ്പൊ ഇതാണ് നിലവിൽ. ഈ ക്ഷേത്രത്തിൽ ഈ താലം എടുക്കാൻ പറ്റുന്ന സ്ത്രീകളെ എത്ര പേര് എവിടുന്ന് വന്നാലും അവരെ വരുന്ന വീട്ടിൽ കൊണ്ടുവിടുന്ന തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടും. അത് ഇവിടെ അതാരും ബുക്ക് ചെയ്യൊന്നും വേണ്ട. അവിടെ ഇത് എടുക്കാൻ വന്നു കഴിഞ്ഞ് പറയാം എനിക്ക് വീട്ടിൽ പോകാൻ ആളുമില്ല, അവരെ കാറൊക്കെ ഒരാളെ ആണെങ്കിലും എവിടെയാണെങ്കിലും കൊണ്ട് അവരുടെ വീട്ടിൽ വിടും സ്ത്രീകൾ. അതുകൊണ്ട് സ്ത്രീകൾ ധൈര്യമായിട്ട് ഇതിന് വരുന്നത് കൊണ്ടാണ് അവർക്ക് പേടിക്കാതെ വീട്ടിൽ പോവാം. പിന്നെ ക്ഷേത്രത്തിനകത്ത് പിന്നെ ഗാനമേള ആണെങ്കിലും ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ വിന്നറാണ് ആള്. അപ്പൊ അവർ രണ്ടുപേര് നമ്മൾ തന്നെ ലേഡി ആണെങ്കിലും ഫ്ലവേഴ്സ് ചാനലിലൊക്കെ നല്ല പാടി പതിഞ്ഞു അവരുടെ നല്ല ഗാനമേള. അതൊക്കെ നമുക്ക് അവിടെ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് കേൾക്കാം. 1500 പേരോളം ഒരു ദിവസമുണ്ട്. അവർക്കെല്ലാം ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട്. 10,000-ന് മുകളിൽ എല്ലാ വർഷവും അന്നദാനം കഴിക്കുന്നുണ്ട്.